44ാമത് ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിന് വൻ ആവേശത്തോടെ കൊടിയിറങ്ങി. എഴുത്തും വായനയും പ്രോത്സാഹിപ്പിക്കാനായി ഒരു രാജ്യവും ആ രാജ്യത്തെ ഭരണാധികാരി നടത്തുന്ന വലിയ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഷാർജ പുസ്തകോത്സവത്തിൻ്റെ മഹാവിജയം. ഈ റിപ്പോർട്ടുമായി ആദ്യം കാണാം. ഇന്ത്യ ഉൾപ്പെടെ 118 രാജ്യങ്ങളിൽ നിന്നായി 2500ഓളം പുസ്തക പ്രസാധകർ മേളയിൽ പങ്കെടുത്തു. ഷാർജ ബുക്ക് അതോറിറ്റിയായിരുന്നു ഈ മഹാമേളയുടെ സംഘാടകർ. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന പ്ലാറ്റ്ഫോം വളരെ പ്രധാനമാണ്. കാരണം UAE ഒരുവിധം എല്ലാ കാര്യങ്ങളും ആളുകളിലേക്ക് ആദ്യം എത്തിക്കുന്നത് ജയ്ഹിന്ദാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് UAE തന്നെ ഒരു അഹങ്കാരമായിട്ടുള്ള പുസ്തകമേളയെക്കുറിച്ച് പറയുമ്പോൾ ഡബിൾ സന്തോഷമാണ് ശരിക്കും. ഈ നിങ്ങൾക്കും പുസ്തകത്തിനുമിടയിൽ എന്നുള്ളത് തന്നെ പുസ്തകത്തെ ഏതൊക്കെ രീതിയിൽ മനുഷ്യരിലേക്ക് അടുപ്പിക്കാം എന്ന് ഓരോ വർഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഏറ്റവും വലിയ മേന്മ. ഓരോ പ്രാവശ്യവും പുസ്തകവുമായി അത്രയ്ക്ക് നിങ്ങളെ അടുപ്പിക്കുന്നുണ്ട്. അത് പുസ്തകപ്രേമികളെ അത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന്, എനിക്ക് പരിചയമുള്ളവർ ലണ്ടനിൽ നിന്ന്, ഇറ്റലിയിൽ നിന്ന്, പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തന്നെ നമ്മുടെ ഇവിടെ ഉള്ളവരാണ് എന്നുള്ള അർത്ഥത്തിൽ ശരിക്കെന്ത് സന്തോഷമാണ്. ഇവിടുത്തെ ഷെയ്ഖ് നമ്മളോട് ചെയ്യുന്ന, പുസ്തകപ്രേമികളോട് ചെയ്യുന്ന, അക്ഷരത്തോട് ചെയ്യുന്ന ഈ വലിയ ഒരു കർമ്മത്തെ വളരെ ബഹുമാനത്തോടു കൂടി അതിനു മുമ്പിൽ നമസ്കരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 600ഓളം മലയാളികളാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഇപ്രാവശ്യവും കുറവൊന്നുമില്ല. യഥാർത്ഥത്തിൽ ഹാൾ നമ്പർ 7 അവിടെ ഇപ്പം ഞാനീ നിൽക്കുന്ന ഈ ഒരു ചുമര് തന്നെ, അവിടെ അപ്പുറത്ത് മലയാളമാണ് എല്ലാ സമയത്തും കേൾക്കുന്നത്. അപ്പോൾ അതിലേ കടന്നു പോകുമ്പോൾ തന്നെ ഒരു വള്ളത്തോടിൻ്റെയോ വൈലോപ്പിള്ളിയുടെയോ ഒക്കെ ഒരു കുഞ്ഞിരാമൻ നായരെയൊക്കെ ഒരു കാറ്റ് നമ്മളെ തൊട്ടു പോകുന്നുണ്ട് ശരിക്കും. കാരണം അത്രയ്ക്കധികം മലയാളം കേൾക്കാൻ വേറെ ഒരു ഭാഷയും ഇങ്ങനെ കേൾക്കുന്നുണ്ടാവില്ല, മലയാളം കേൾക്കണ പോലെ. അത് നമുക്ക് തരുന്ന, അതിപ്രാവശ്യവും പുതിയ എഴുത്തുകാർ, അവരുടെ തന്നെ 2ാം പതിപ്പുകൾ, പുതിയ പുസ്തകങ്ങൾ ഒക്കെയാണ് ഇവിടെ നിറയുന്നത്. നാട്ടിൽ പോലും ഇങ്ങനെ നമുക്കൊരു അനുഭവമില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പരിപാടികളുണ്ട് ഇതുപോലെ. പക്ഷേ അവിടെ കൂടുതൽ വരുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രദേശത്തുള്ളവരൊക്കെ കാണുക. ഇവിടെ വരുമ്പോൾ പ്രത്യേകം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ പേരെയും കാണാം. എഴുതുന്ന പല തലമുറകളെ കാണാം, സീനിയർ എഴുത്തുകാരെ കാണാം, ഇപ്പോൾ എഴുതി തുടങ്ങുന്നവരെയും കാണാം, നമ്മുടെ സമകാലീനരെയും കാണാം. അപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് കാണുന്നതും അവരുടെ എഴുത്തറിയുന്നതും പുസ്തകങ്ങൾ, ഇത്രയധികം പുസ്തകങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ്. നമ്മുടെ ഭാഷയ്ക്ക് പുറത്തുള്ളത്. പിന്നെ ഇത്രയധികം മലയാളികളെ ഒരുമിച്ച് കാണാൻ കഴിയുന്നതും അത് എഴുത്തിലും വായനയിലും താല്പര്യമുള്ളവർ. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, നമുക്ക് എല്ലാവരും തങ്ങി നിൽക്കുക. പലരും രാവിലെയൊക്കെ വന്നിട്ട് രാത്രി വളരെ വൈകിയൊക്കെയാണ് പോകുന്നത്. അത് വലിയൊരു അനുഭവമാണ്. പിന്നെ എഴുതാത്തവർ കാണും, പക്ഷെ വായിക്കുന്നവരുണ്ട്. ഇതെല്ലാ തരം മലയാളികളെയും കാറ്റർ ചെയ്യുന്നൊരു ഉത്സവമായിട്ടാണ്. മാത്രമല്ല, ഞാൻ കാണുന്നത് ഒരു പ്രാദേശിക ഭാഷ എന്ന നിലയ്ക്ക്
ഇവിടെ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന മലയാളം. മറ്റ് ഭാഷകൾ, ഇന്ത്യൻ ഭാഷകളൊക്കെ അവിടെ ഇവിടെ കാണാമെങ്കിലും മലയാള പുസ്തകങ്ങളുടെയും മലയാള പ്രസിദ്ധശാലകളുടെയും എന്തൊരു വലിയ തിരക്കാണ് ഇവിടെ. അതാണ് വ്യത്യാസമായിട്ട് തോന്നുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയുള്ള ഒരുപാട് എഴുത്തുകാരെയും പ്രസിദ്ധശാലകളും ഇവിടെ കാണാൻ പറ്റി. യോഗങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം ഗാന്ധിജിയും ഗുരുവും തമ്മിലുള്ള ആ ഒരു സമാഗമത്തിന് 100 വർഷത്തിനെ പറ്റിയുള്ള അതുമായി ബന്ധപ്പെട്ട പുസ്തകം അതിൻ്റെ പ്രകാശ ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരികയാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഈ കോൺഗ്രസ് ശക്തമായ പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ് പിടിച്ചു നിൽക്കാനും കൂടുതൽ ശക്തമാകാനുമുള്ള സംവിധാനങ്ങളില്ല അവിടെയാണ്. അപ്പോൾ അത് ആ തരത്തിൽ ഈ പുസ്തകത്തിന് ഉപയോഗപ്പെടുന്നു. കേരളത്തിൽ നിന്ന് നോക്കിക്കാണുന്നത് പോലെയല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ സംഗീതവുമായി, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം സംഗീതവുമായി ബന്ധപ്പെട്ട 2 പുസ്തകങ്ങൾ നമ്മളിവിടുന്ന് ചെയ്തിരുന്നു. എന്നാലോചിച്ചൊരു ഡെസേർട്ടിൽ നിന്ന് 2 സംഗീത പുസ്തകം, മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം ചെയ്തിരുന്നു. ഇതേമാതിരി ധാരാളം ആൾക്കാർ ഇവിടെ എഴുതാൻ പറ്റുന്ന, ഒരു പക്ഷേ ഇവിടെ ഇപ്പോൾ എഴുത്തുകാരേക്കാൾ കൂടുതൽ എഴുത്തുകാരാവാൻ ആഗ്രഹിക്കുന്ന, താല്പര്യമുള്ള, കഴിവുള്ള ആൾക്കാർ പുറത്തുണ്ട്. അപ്പോൾ അവരെ നമ്മൾ കണ്ടെത്താൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം വല്ലാത്ത ജീവിത അനുഭവം ഉണ്ടല്ലോ ഇവിടെ എത്തുമ്പോൾ. ആ ജീവിത അനുഭവമാണ് അവരെ ഒരു പക്ഷേ എഴുത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതിനൊരു ചെറിയൊരു സപ്പോർട്ടും ഒരു ഇതും ഉണ്ടായാൽ മതി. അതിന് ഇപ്പോൾ ഒരു പുസ്തകം അവർ സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ എന്താണ് എന്നുള്ളത്. അവരോടൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 40-50 എഴുത്തുകാരെങ്കിലും ഞങ്ങൾ പുതിയതായിട്ട് പുസ്തകം ചെയ്തിട്ടുണ്ട്, ഓരോ വർഷവും ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തവണ സംഭവിച്ചത് കേരളത്തിൽ നിന്ന് ധാരാളം ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, പുതിയ എഴുത്തുകാരെ. അവരെ സംബന്ധിച്ചിടത്തോളം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ചൊരു പുസ്തകം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. പിന്നെ പുസ്തകം നാട്ടിലും ഇവിടെയും ഒക്കെ ഈ കൊറോണയ്ക്ക് ശേഷം പുസ്തകം വല്ലാതെ വായന വർദ്ധിച്ചു വരുന്നുണ്ട്. കുട്ടികൾ വായനയിലേക്ക് വരുന്നുണ്ട്. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ വായിപ്പിച്ചില്ലെങ്കിൽ കുട്ടികൾ മറ്റെന്തോ ആയിപ്പോകും എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഈ പണ്ടൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയും അച്ഛനും കുട്ടികളോട് വായിക്കരുതെന്നും നിങ്ങൾ പുസ്തകം മാത്രം വായിക്കണമെന്നും പറഞ്ഞ് അമ്മയും അച്ഛനും, രക്ഷിതാക്കൾ, കുറ്റക്കാരവരാണ്. ആ രക്ഷിതാക്കളാണ് കുട്ടികളെ ഇപ്പം വായിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇവരെ ചില അഗതി മന്ദിരങ്ങളിൽ കൊണ്ടാക്കുന്നു എന്നൊക്കെയുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പോകുന്നു തുടങ്ങിയ 100 പ്രശ്നങ്ങൾ ഇപ്പോൾ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ലഹരി എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് എന്താ പറയുക, നമ്മൾ വിഷ്വലായിട്ടുള്ള സ്ക്രീൻ ആണെങ്കിൽ പോലും അഡിക്ഷൻ, അതെ, സ്ക്രീൻ അഡിക്ഷനൊക്കെ അത് വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതെല്ലാം കൂടി കൊണ്ട് വായനയ്ക്ക് ഇപ്പോൾ ഗുണകരമായിട്ടുള്ളൊരവസ്ഥ ഒരു പക്ഷേ വേൾഡ് വൈഡായിട്ട് തന്നെ അതുണ്ട്. കേരളത്തിലുമുണ്ട്, ഇവിടെയുമുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും അതുണ്ടാകും. 12 ദിവസങ്ങളായി 100 കണക്കിന് മലയാളികളുടെ പുസ്തക പ്രകാശനങ്ങൾക്കും ഈ റൈറ്റേഴ്സ് ഫോറം വേദിയായി. ഇപ്രകാരം അറബ് നാട്ടിലെ മലയാളത്തിൻ്റെ മഹാമേളയായി ഇത് മാറി. എന്താണെന്ന് പറഞ്ഞാൽ, ഒന്ന് എവിടെയെങ്കിലും ഒന്ന് രേഖപ്പെടുത്തണമെന്നുണ്ട്. മറ്റൊന്ന്, ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ആൾക്കാർക്ക് ഈ ടെക്നോളജി എത്ര പുരോഗമിച്ചാലും വായനാശീലം മാറാത്ത ആൾക്കാരാണ്. എസ്പെഷ്യലി ബിസിനസ്സുകാരാണെങ്കിലും ജോലിക്കാരാണെങ്കിലും ഇനി ഏത് ലെവലിലെ ആൾക്കാർ, അവർക്കൊക്കെ ഒരു ഭയമുണ്ട്, നമ്മളെ എന്തൊക്കെയോ ആയിപ്പോവും, ഇനി നമ്മൾക്ക് സീനിയറായ ആൾക്കാർക്ക് ജോലി പോകാമെന്നുള്ള. ഈ യങ്സ്റ്റേഴ്സ് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പഠിച്ചെടുക്കും. ഇപ്പം വയസ്സാകുമ്പോഴും നമ്മൾ 40 കഴിഞ്ഞാൽ അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന പേടി വല്ലാണ്ട് ആദ്യം വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ഗൾഫ് മേഖലയിൽ. അവർക്ക് എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഏത് രീതിയിലാണ് ആ ഇമ്പാക്റ്റ്, അതെങ്ങനെയാണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും, അതേപോലെ സെൽഫ് ബ്രാൻഡിങ് ചെയ്യുന്നതിൽ എങ്ങനെ ഉപയോഗിക്കാം, നമുക്ക് ഉപയോഗിച്ചാൽ എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാം, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഇതാണ്. I wrote this book so that it's inspired from my journey of life as a teenager. So in this way I wanted to give a platform, a book, a set out pages of words to my fellow teenagers, my friends, about
life, basically how we're growing up, and that our emotions, everything that we feel during this very specific period of our life is very normal. It's something that we feel deeply, and silent wars, loud hearts means that the silent wars that we face deeply inside of us, and even though we do not show it out loud, there's still something raging going on, like loud hearts, our hearts are beating loudly. കേരളവും അറബ് നാടും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള, അവർ തമ്മിൽ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ബന്ധം കൂടിയുണ്ട്. ആ ബന്ധത്തിൻ്റെ ഒരു കഥയാണ് അറബിയുടെ അമ്മ. അതായത് ഒരു അറബ് പൗരൻ ചെറുപ്രായത്തിൽ തന്നെ അവനെ വളർത്തിയ ഒരു അമ്മയെ തേടി, പോറ്റമ്മയെ തേടി, അതല്ലെങ്കിൽ അറബ് നാട്ടിൽ ഗദ്ദാമ എന്ന് വിളിക്കും. അവർ സ്നേഹം കൊണ്ട് അറബ് ലോകത്തെ അറബ് വീടിനെ കീഴടക്കിയ അറബ് വീട്ടുകാരും ആ സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ പരിചാരികയായി എത്തിയ ആ യുവതിയുമായുള്ള ബന്ധം സ്നേഹത്തിൻ്റെ ബന്ധമായിരുന്നു. ആ സുദൃഢമായ സ്നേഹബന്ധത്തിൽ മാതൃസ്നേഹത്തിൻ്റെ രുചി അറിഞ്ഞ മകൻ 10 വയസ്സ് പ്രായമുള്ളപ്പോൾ ആ അമ്മ അറബ് നാട് വിട്ടുപോയിരുന്നു. അവൻ്റെ വിവാഹപ്രായമെത്തിയപ്പോൾ ആ അമ്മയെ തേടി കേരളത്തിലെത്തുന്ന അറബ് യുവാവിൻ്റെ കഥയാണ് അറബിയുടെ അമ്മ എന്ന ഈ നോവൽ. എൻ്റെ ഈ പുതിയ കഥയാണ് ഏകലവ്യൻ എന്ന് പറയുന്നത്. ഇത് ആധുനിക കാലഘട്ടത്തിൽ ഒരു അമ്മ എങ്ങനെയായിരിക്കണം തൻ്റെ പെൺമക്കളെ വളർത്തേണ്ടത്, അല്ല അവർക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം എന്തായിരിക്കണമെന്ന് ചെറുതായിട്ട് ചുരുക്കി വിവരിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. അങ്ങനെ പല കഥകളുണ്ട്. ആധുനിക രാഷ്ട്രീയത്തിൻ്റെ കൊള്ളരുതായ്മകളെക്കുറിച്ചൊക്കെ ഉണ്ട്. പുതിയ കാലഘട്ടത്തിൽ എങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് പഠിക്കാൻ പറ്റിയ, ഒരു പഴയ രാഷ്ട്രീയത്തെ ഒഴിവാക്കാൻ പറ്റിയ ഒരു രീതിയും ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഒരു 7 കഥകളടങ്ങിയ ഒരു സമാഹാരമാണ് ഈ ഏകലവ്യ എന്ന് പറയുന്നത്. മിഷ്കാത്ത് അസ്മാഉൽ ഹുസ്ന കവിതകളാണ്. ദൈവത്തിൻ്റെ 99 നാമങ്ങൾ ഉൾപ്പെടുത്തി എഴുതിയ കവിതകളാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ട് ഞാൻ കാണുന്നത്. ധൈര്യപൂർവ്വം ഞാനിത് ആരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ്. ജാതി മതഭേദമന്യേ ദൈവത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിവ് വരുത്തുക. ദൈവം എന്താണെന്നും എന്തിനാണെന്നും ആ പേരുകളുടെ അർത്ഥങ്ങളിലുണ്ട്. മതപരമായി സ്പർദ്ധ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വരുന്ന തലമുറയ്ക്ക് ഒരു സന്ദേശം എന്നുള്ള രീതിയിലാണ് ഞാനിതിനെ അവതരിപ്പിക്കുന്നത്. സമകാലീന സംഭവങ്ങളെയും സമകാലീന വിഷയങ്ങളെയും ആസ്പദമാക്കിയുള്ള പുസ്തകമാണ്. കേരളത്തിലും ഇന്ത്യയിലുമുള്ള സമകാലീന രാഷ്ട്രീയ അവസ്ഥ, സാമൂഹിക അവസ്ഥകളെയൊക്കെ തുറന്നു കാണിക്കുന്നൊരു പുസ്തകം. അങ്ങനെയുള്ള സബ്ജക്റ്റിനെ പറ്റി എഴുതിയിരിക്കുന്നത്. രോഗഗ്രസ്തമാക്കപ്പെട്ട സമൂഹം, കപടദേശീയത, രാഷ്ട്രം, രാഷ്ട്രീയം, ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, സ്ത്രീ ഇന്ന്, ഇന്നലെ, നാളെ, വിഹംഗ വീക്ഷണം, ഭാരതം നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെയൊക്കെയുള്ള 21 സബ്ജക്റ്റ്. ഇൻസ്പയർഡ് ആണ് ലൈഫ് ഇവൻറ്റ്സ്, ശരിയാണ്. പക്ഷേ അതിൽ ഫിക്ഷനും ഉണ്ട്. അതിലെല്ലാം ലൈഫല്ല റിലേറ്റഡ്. ഇറ്റ്സ് എ ട്രാൻസ്ഫർമേഷൻ. ജസ്റ്റ് ലൈക്ക് ഐ ടോൾഡ് പ്രീവിയസ്ലി, ഒരു ബട്ടർഫ്ലൈ ഇറങ്ങി വരുന്ന പോലെ തന്നെ ഒരു ട്രാൻസ്ഫർമേഷനാണ് 1111. ടോട്ടലി ഡിഫറെൻറ്റ്. ആ ഉണ്ടായിരുന്ന വേൾഡിൽ നിന്ന് മാറി ഒരു പുതിയ വേൾഡ്, പുതിയൊരു ലോകം. പക്ഷേ ഈ ബുക്ക് ആക്ച്വലി തുടങ്ങി വെച്ചത് എൻ്റെ ആ ഒരു ഗ്രീഫ്, എൻ്റെ ആ ഒരു പെയിൻ. അന്ന് ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, ആരുമില്ല ചുറ്റും, എന്ത് ചെയ്യും, അങ്ങനെ എഴുതാൻ തുടങ്ങിയതാണ്. അപ്പം അത് ഓരോ ഘട്ടത്തിലും പല മാറ്റങ്ങളും ഞാൻ വരുത്തി. ആൻഡ് ലോട്ട് ഓഫ് ചേഞ്ചസ് ആൻഡ് എഡിറ്റ്സ്. വളരെയധികം എഡിറ്റ് ചെയ്ത് ഒരു 9 വർഷം എടുത്തു ഈ ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടുവരാൻ. എല്ലാ വർഷവും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ നിന്ന് അവിടുത്തെ സാഹിത്യ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സന്ദർശിക്കാറുണ്ട്.
തുടർച്ചയായിട്ട് ഇപ്പോൾ 6 വർഷവും ഞങ്ങളുടെ ഒരു ടീം ഈ ടീം മുഴുവനായിട്ട് അബുദാബിയിൽ നിന്ന് വന്നതാണ്. ഞങ്ങളുടെ കൂടാതെ വേറെയും പലരുമുണ്ട്. അവർ ഈ പുസ്തകശാലകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിപുലമായ രീതിയിൽ പുസ്തകം കേരളത്തിൽ നമുക്ക് കിട്ടാവുന്ന എല്ലാ പുസ്തകശാലകളെയും ഒരുമിച്ച് കിട്ടാനും അതുപോലെ തന്നെ അതിന് പുറത്തുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങളും മറ്റുമൊക്കെ കളക്ട് ചെയ്യാനും പറ്റുന്ന വലിയൊരു അവസരമാണിത്. മാത്രവുമല്ല, ഇവിടെ വരുമ്പോൾ ഒരു കേരളത്തിൻ്റെ പരിച്ഛേദം നമ്മുടെ മുമ്പിൽ വരികയാണ്. നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് എഴുത്തുകാരെയും പബ്ലിഷേഴ്സിനെയും ഒക്കെ കണ്ടുമുട്ടുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. അക്ഷരസ്നേഹികളുടെ ഒരു കൂട്ടമാണ് ഞങ്ങൾ ഈ ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നാടിനെ കുറിച്ചുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകം 2ാമത്തെ എഡിഷനിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ പ്രമുഖരായിട്ടുള്ള കുറേ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ്. എന്തായാലും ഈ ഒരു പുസ്തകമേള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രവാസ ലോകത്ത് മലയാള സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന മറ്റു സാഹിത്യ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്ത്യ ഉൾപ്പെടെ 66 രാജ്യങ്ങളിലെ 250 അതിഥികളാണ് ഇത്തവണ മേളയിലെത്തിയത്. മലയാളത്തിൻ്റെ പ്രിയ കവി കെ സച്ചിദാനന്ദൻ, KR മീര, ഇ സന്തോഷ് കുമാർ എന്നിവരും അതിഥികളായി സംബന്ധിച്ചു. Like there are parts of me that I have not explored and expressed. I feel that the things that I have shared with the world are 10% of what's going on in here. Sheikh Abdur and I were speaking earlier, and we were talking about the idea of dreams and visions, and my heart jumped because there was a book that I was writing, and Sheikha was speaking about the dreams and visions that she had in her current book. സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ് നിരന്തരമായി ചോദ്യം എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിന് വിയോജിപ്പ് വിളിച്ചു പറയുക ചെയ്യുന്നു. ഒരുപക്ഷെ ആദ്യത്തെ സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരിക്കും. ഇതുപോലെ ഭ്രാന്തനായ ഒരാളെ പ്രസിഡന്റ് ആക്കരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇയാളെ ഇടയ്ക്കിടയ്ക്ക് തോന്നിയതൊക്കെ വിളിച്ചു പറയും. അത് ചിലപ്പോൾ പാർട്ടിക്ക് പറ്റാത്തതായിരിക്കും, പാർട്ടിയുടെ വിമർശനമായിരിക്കും. കാരണം ഞാൻ അടിസ്ഥാനപരമായി തന്നെ വലതുപക്ഷ ആശയങ്ങൾക്ക്, ഹിന്ദുത്വ ഇന്ത്യ എന്ന സങ്കല്പത്തിന് എതിരായ ഒരാളാണ്. മരിക്കുന്നവരെ, ഇനി മരിക്കാൻ അധികം കാലമില്ല, എതിരായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ട് ഇടതുപക്ഷം കൂടി അങ്ങോട്ട് നീങ്ങിയാൽ പിന്നെ നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്യേണ്ടി വരുന്നത്. എന്തിനാണ് ഇത്തരത്തിലുള്ള സന്ധി ചെയ്യുന്നത്? പണത്തിന് വേണ്ടി എന്ന് പറയും നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറാവുമോ മുതലായ അതിലൊരു മോറൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് വെറൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല, ഒരു ധാർമ്മികതയുടെ എത്തിക്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ആ തരം സന്ദർഭങ്ങളിലാണ് ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഗവൺമെൻറ്റിനെതിരായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഫാഷിസം ഒരു വിരുന്നാണെങ്കിൽ സ്ത്രീവിരുദ്ധതയാണ് അതിൻ്റെ അതിൻ്റെ അടുപ്പ് പിതൃമേധാവിത്വമാണ്. കാരണം നമ്മളെ പരിശീലിപ്പിക്കുന്ന അതാണ്. കുടുംബം പോലൊരു ഭീകരമായ ഫാഷിസ്റ്റ് സംവിധാനം വേറെയില്ല. മതം നമ്മളെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തുനിന്നാണ്. സമൂഹം നമ്മളെ ആക്രമിക്കുന്നത് കുടുംബത്തിനകത്തുനിന്നാണ്. എല്ലാ തരത്തിലുള്ള ആക്രമണം ആദ്യം സംഭവിക്കുന്നത് ഈ സ്മോളസ്റ്റ് യൂണിറ്റിനകത്തുനിന്നാണ്. അതുകൊണ്ട് കുടുംബത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇക്വാളിറ്റി വരാൻ സാധിച്ചാൽ അങ്ങനെ മാത്രമേ സമൂഹത്തിലൊരു മാറ്റം വരൂ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ജനപ്രിയ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് ഞാൻ ഒരു സത്യം പറയാം, ഇവർക്ക് സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. നമ്മളിപ്പോൾ പറയും ചലച്ചിത്ര അക്കാദമിയുടെ ചലച്ചിത്ര അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആ പടം പിന്നീട് തിയേറ്ററിൽ കയറ്റില്ല.
അവാർഡ് പടം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ജനപ്രിയ സാഹിത്യകാരന്മാരെ പറ്റി കേരള സാഹിത്യ അക്കാദമിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് കിട്ടിയോണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല, അവരത് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അക്കാദമിക്ക് ഒരു ബോധ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ ബോധം ഉണ്ടാവണം, ഞങ്ങളെന്താണ് അക്കാദമി, ഞങ്ങളെന്താണ് ഇവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു പർപ്പസ് എന്താണ്, ഉദ്ദേശ്യം എന്താണ് എന്നുള്ളത് അവർക്ക് തോന്നണം. അത് അവർ നിശ്ചയിക്കുന്ന ജൂറിക്ക് മനസ്സിലാവണം. എന്നാലേ അതിലൊക്കെ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പൊതുവെ ഈ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യം സത്യത്തിൽ സാഹിത്യത്തിനോ കലയ്ക്കോ അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് വേണം പറയാൻ. കാരണം എല്ലാവർക്കും കൈയടിച്ചിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുമോ? You cannot create this life with your fear. And that's what my book is about. And I'll tell you why. Because, look what's happening in the US. And in the last decade, Americans have become more depressed, increasingly pessimistic about all things digital and including AI and about the digital futures. It's an attitude to the world. And inside that feeling of life, inside that attitude is a whole of a life, a whole of experience, a whole of almost certainly pain and suffering and sensitivity that has brought them to that place to try and articulate something in language. And so that's really hard to emulate. AI cannot do that right now. And I think that in 20 or 30 years' time, when we get to superintelligence, all bets are off. But also all bets are off about us getting to superintelligence anyway. My way of sermon, they took me with, and then it put me to the same thing and go to them in my book as a bond and Lord in the fact. But it is a third person who's doing this cute text story, the analytical side of the story was not good at book at all. So, do I buy the documentary parts like Police Fire Armor, Trashies, Fort Rins, Spider Slama, and all those names, consensus theories. So if I have those things, I can use it. If I have, you can have newspaper and forts of saying, any material, I would use those like for പുസ്തക വായനയ്ക്കൊപ്പം കുട്ടികൾക്കായി വിവിധ തരം മത്സരങ്ങൾ, വർക്ക്ഷോപ്പുകൾ, പഠന ക്യാമ്പുകളെല്ലാം ഈ പുസ്തകമേളയുടെ ഭാഗമായി അരങ്ങേറി. Middle East this week. Costume courtesy by Alan Soli Shirts.